അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസാൻ പാചകത്തിൻ്റെ അന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് പാചകം ചെയ്യാൻ എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഒരു വിശിഷ്ട വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇത് ആരായിരിക്കും എന്ന്. അതായത് മദറാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായാലും ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനി നമ്മുടെ ഹയാൻ്റെ വ്യത്യസ്തമായ കുറച്ച് വിഭവങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്താണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ചെറിയൊരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ തിരിച്ചെത്തും. അപ്പം എന്തായാലും നമ്മളിതാ ഹയാൻ ഡ്രസ്സൊക്കെ മാറ്റി എന്താ പറയുക പക്ക ഷെഫിനെ പോലെ എത്തിയിട്ടുണ്ട്. ഇന്ന് എന്താ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം റംസാൻ സമയത്ത് ഏറ്റവും നല്ലത് ജ്യൂസ് പോലുള്ള ഇതാണ്. നമ്മൾ നോമ്പ് തുറ സമയങ്ങളിലൊക്കെ ആദ്യം നമ്മൾ വെള്ളം അല്ലെങ്കിൽ ജ്യൂസൊക്കെ കഴിക്കണം. അങ്ങനെ ഒരു നല്ലൊരു ജ്യൂസാണ് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ജ്യൂസ് എന്നാണോ? ഇളനീർ പായസമാണ് അല്ലേ? ജ്യൂസ് അല്ല അല്ലേ? ആ, ഗുഡ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ആദ്യം പഠിച്ചത്? എപ്പോഴാണ്? മദ്രാസ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത് ആരുണ്ടാക്കി തന്നു? ഇത് കാണിച്ചു തന്ന ആരൊക്കെയാണ് ഉണ്ടാക്കി തന്നു? ഇപ്പോൾ മോന് സ്വന്തം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് ഉണ്ടാക്കി തന്നിട്ട് എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിനെന്തൊക്കെയാ വേണ്ടത് മോന് പറ. ഒരു ഇളനീരിന്റെ കാമ്പ്, ഒരു ഇളനീരിന്റെ വെള്ളം, കട്ടിയായ തേങ്ങാപ്പാൽ, മിൽക്ക് മെയ്ഡ്. ഇപ്പൊ നമുക്ക് ഇളനീർ പായസമാകാം, നമുക്ക് ജ്യൂസും ആക്കാം അല്ലേ? രണ്ടും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സാധാരണ നമ്മൾ ഇളനീർ ജ്യൂസ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കഴിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹയാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? എന്തൊക്കെയാണെന്ന് കൂടി പറഞ്ഞേ. ഒരു ഇളനീരിന്റെ കാമ്പ്, ഒരു ഇളനീരിന്റെ വെള്ളം, കട്ടിയായ തേങ്ങാപ്പാൽ, മിൽക്ക് മെയ്ഡ്, ഏലക്കപ്പൊടി. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ഫസ്റ്റ് പകുതി ഇളനീരിന്റെ കാമ്പും പകുതി വെള്ളവും ജ്യൂസ് മെഷീനിലിട്ട് അടിക്കുക. ജ്യൂസ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ വച്ചിട്ടുള്ളത് ഇളനീരിൻ്റെ ഒരു ഇളനീരാണ്. നമ്മൾ കാമ്പാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി നമ്മൾ ആദ്യം എടുത്തിട്ട് ജ്യൂസ് ചെയ്യാൻ പോവാണ് അല്ലേ? മിക്സ് ചെയ്യാൻ പോവാണ്. അതോടൊപ്പം ഇളനീരിൻ്റെ വെള്ളം അല്ലേ? അതിൻ്റെ പകുതി ഇളനീരിൻ്റെ വെള്ളം അല്ലേ? രണ്ടും കൂടി ബ്ലെൻഡറിലിട്ട് അടിക്കുക. ഇപ്പോൾ ഒഴിക്കുന്നത് ഇളനീരിൻ്റെ വെള്ളമാണ് അല്ലേ? അപ്പോൾ അതും പറഞ്ഞു കൊടുക്കണം. പകുതി ഇപ്പം എന്തൊക്കെ നമ്മൾ ചെയ്ത് പകുതി ഇളനീരിൻ്റെ കാമ്പും പകുതി ഇളനീരിൻ്റെ വെള്ളവും അല്ലേ? ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം അല്ലേ? ഞാൻ എങ്ങനത്തെ വിഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടം? മധുരമുള്ളതാണോ എരിവുള്ളതാണോ? എങ്ങനത്തെ മധുരമാണോ ഇഷ്ടം? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാണ്? കേസരി. കേസരി നല്ല ഇഷ്ടം. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? പഠിച്ചോ? മിക്സിയിലിട്ട് നന്നായിട്ട് ജ്യൂസ് ചെയ്തു അല്ലേ? ഓക്കെ, അത് ബൗളിലേക്ക് ഒഴിക്കുക.
എന്നിട്ട് ഇനി നമ്മൾ ഇതിലോട്ട് എല്ലാ സാധനങ്ങളും ഓരോന്നോരോന്ന് ആയിട്ടിടുക. ഇളനീരിൻ്റെ കാമ്പ് കുറേശ്ശെ. ഓക്കെ. ബാക്കി ഉണ്ടായിരുന്ന ഇളനീരിൻ്റെ കാമ്പ് കുറച്ച് അതിലേക്ക് ഇടും. ഇളനീരിൻ്റെ വെള്ളം വെള്ളം എടുക്കും. ഓക്കെ. നെക്സ്റ്റ് കട്ടിയായ തേങ്ങാപ്പാൽ, ഏലക്കപ്പൊടി, നന്നായി ഇളക്കുക. പിന്നെ അതിലോട്ട് മിൽക്ക് മെയ്ഡ് അല്ലേ? ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, ടേസ്റ്റ് അനുസരിച്ചിട്ട്. കൂടുതൽ ടേസ്റ്റ് ആണെങ്കിൽ അത് കൂടുതൽ ഒഴിക്കാം അല്ലേ? ഇപ്പം നോമ്പൊക്കെ അല്ലേ? നോമ്പൊക്കെ എടുക്കാറുണ്ടോ? നോമ്പൊക്കെ എടുക്കാറുണ്ടോ? ഇന്ന് നോമ്പുണ്ടോ? ഇന്ന് നോമ്പെടുത്തോ? ഇന്നില്ല, മടി പിടിച്ചു. സ്കൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു? സ്കൂൾ സ്റ്റാർട്ട് ചെയ്താ? തുടങ്ങി. എൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഒരു ഫ്ലാറ്റാ. ആ, ഫ്ലാറ്റിൽ ആരൊക്കെയാണ്? കുറേ പേരുണ്ട്. ആരൊക്കെയാന്ന് പറ, പരിചയപ്പെടുത്തിക്കൊണ്ടാ. അമ്മ, ആ, പപ്പൻ്റെ പേരെന്താ? അമ്മേൻ്റെ പേര്? ആ, പിന്നെ അപ്പൻ്റെ പേര്? ഇപ്പം എല്ലാവരും മദ്രസൊക്കെ ഇഷ്ടമാണോ മോനക്ക്? നാടാണോ ഇഷ്ടം, മദ്രസാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് രണ്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? മദ്രാസ്. റെഡി ആയി. അപ്പം ഇനി ഇതാ നമ്മുടെ അയാളുടെ ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഒന്നും മുതൽ ഫസ്റ്റ് പേരിൽ പറഞ്ഞു. നമ്മൾ ആദ്യം എന്താ ചെയ്ത്? ആദ്യം പകുതി ഇളനീരിന്റെ കാമ്പും പകുതി ഇളനീരിന്റെ വെള്ളവും ജ്യൂസ് മെഷീനിലിട്ട് അടിച്ച്, എന്നിട്ട് അത് ഒരു ബൗളിലേക്ക് വെച്ച്, എന്നിട്ട് അതിലോട്ട് ഓരോരോ സാധനങ്ങളും ഇടുക. ഏതൊക്കെയാണ്? കട്ടിയായ തേങ്ങാപ്പാൽ, ഏലക്കപ്പൊടി, മിൽക്ക് മെയ്ഡ് നന്നായി ഇട്ടിട്ട് നന്നായി ഇളക്കുക. എന്തായാലും ഇതാണ് നമ്മുടെ അയാളുടെ ഇളനീർ പായസം അല്ലേ? എന്തായാലും അയാളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അയാളുടെ ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഇനിയുണ്ട്. എന്തായാലും നമുക്ക് നാളെ മറ്റൊരു വിഭവമായിട്ട് കാണാം. അതുവരേക്കും ഒരു ബൈ പറഞ്ഞെല്ലാവർക്കും.